ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലാസ്റ്റ് ഏപ്രിലിൽ ഞാൻ കശ്മീർ പോയിരുന്നു. ആ ഒരു വ്ലോഗാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. കേരള ടു ഡൽഹി, ഡൽഹി ടു ജമ്മു തവി. അങ്ങനെ ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ സിം എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സിം എടുക്കുന്ന പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് 2 ഫ്രണ്ട്സാണ്, ഹംദു ആൻഡ് മുനീഫ്. ഇവർ രണ്ടുപേരും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് കണ്ടുമുട്ടിയ 2 പേരും കൂടെ നമ്മളെ കൂടെ ഉണ്ട്, ധ്യാനും അഭിഷേക്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ബസ്സിൽ ജമ്മു തവിയിൽ നിന്ന് ബാനിഹാലിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിരുന്നു. ബസ്സിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബാനിഹാലിൽ നിന്ന് ശ്രീനഗറിലോട്ടുള്ള ടോയ് ട്രെയിൻ യാത്ര വളരെ മനോഹരമായിരുന്നു. ഒന്നാമത് നമ്മൾ കയറിയത് ഈവനിങ് ടൈമിലായിരുന്നു. ഒരു അടിപൊളി സൺസെറ്റിന് നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്തു. ആൻഡ് ഭയങ്കര നിഷ്കളങ്കരായ മനുഷ്യന്മാരാണ് കശ്മീരുള്ളത്. നമ്മളിങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പം അവരിങ്ങനെ കൈകാട്ടുന്നുണ്ട്, ഞങ്ങളും തിരിച്ച് കൈകാട്ടി. കശ്മീരിന് മാത്രമാണ് നമ്മൾ എത്ര തവണ പോയാലും പിന്നെയും പിന്നെയും വിളിക്കുന്ന എന്തോ ഒരു ഭംഗി കശ്മീർ. ഒരുപാട് തവണ ഈ ടോയ് ട്രെയിനിൽ മുൻപും പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ പോയപ്പോൾ പിന്നെയും പുതിയതുപോലെ തോന്നി. കശ്മീർ ഇപ്പൊ ഭയങ്കര സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേ കിട്ടാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. ആഫ്റ്റർ റീച്ചിങ് ഹിയർ നമ്മൾ ഒരു ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. സോ ഇതിനു മുൻപ് ഞാനിതുവരെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പം ഐ എം സോ എക്സൈറ്റഡ്, അറ്റ് ദി സെയിം ടൈം നെർവസ്, ബിക്കോസ് ഇവർ തരാൻ പോകുന്ന ഹൗസ് ബോട്ട് ഏതാണെന്ന് അറിയില്ല. അത് പഠിച്ചവനെ അറിയില്ല. പക്ഷെ ഇതൊക്കെ കാണാൻ രസമുണ്ട് കേട്ടോ. കശ്മീർ ഓരോ സീസണും ഓരോ പോലെയാണ്. പക്ഷെ നമ്മുടെ സ്പ്രിംഗ് സീസണിലാണ് പോകുന്നത് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കുറേ പൂക്കളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം സമയം കറക്റ്റ് 12 മണി. ഞങ്ങൾ ഈ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പം. പക്ഷെ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന സൈക്കിൾ എടുത്തു, സൈക്കിൾ ഓടിച്ച് റൂമിൽ പോവാന്ന് കരുതി. പക്ഷെ ഒന്നും വർക്കിംഗ് ആയിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ വളരെ ഫണ്ണായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ പാട്ടൊക്കെ പാടി തിരിച്ച് റൂമിലോട്ട് പോയി കിടന്നുറങ്ങി. ഇനി നടക്കണം. യാത്രകളിലെ ദിവസങ്ങൾ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കുക. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? ദൂത് പത്രിയിലോട്ടാണ്. ദൂത് പത്രി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ്. നമ്മളിങ്ങനെ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകൾ കാണുന്ന അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ വിൻഡോ സീറ്റിലൂടെ എന്തൊക്കെയാണ് കണ്ടത് എന്ന് കാണിച്ചു തരാം. Guys, look at what I am seeing right now. Guys, ഞാൻ അവരൊക്കെ ബാക്കിലാണ്, അവിടെയാണുള്ളത്. പക്ഷേ ഞങ്ങളിപ്പോൾ ഫ്ലവേഴ്സ് വാലിയിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ യാത്രയിൽ ഫാൻസി തിങ്സ് വളരെ റയറായിരിക്കും. എല്ലാ സ്ഥലത്തോട്ടും നടന്നിട്ട് തന്നെ നമ്മൾ പോവാറ്. ട്രെക്കിംഗ് ടൈമാണ് എൻ്റെ യാത്രയിലെ കോർ മെമ്മറി എന്ന് പറയുന്നത്. ഒരു സ്ഥലം നമ്മൾ നടന്ന് കണ്ടാൽ ആ സ്ഥലത്തിൻ്റെ എല്ലാ ബ്യൂട്ടിയും കിട്ടുന്ന പോലെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ലെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ്, ബിക്കോസ് ഐ ഡു ബിലീവ് ഇൻ നേച്ചർ. ഈ ഭൂമിയിലെ ഓരോന്നിനും നമ്മളെ ഹീൽ ചെയ്യാനുള്ള പവറുണ്ട്. സൺസെറ്റിന്, സൺറൈസിന്, മരങ്ങൾക്ക്, വെള്ളത്തിന്. ആൻഡ് ആ ഒരു ഓറ, നേച്ചറിൻ്റെ ഓറയിൽ നമ്മൾ ഇരിക്കുമ്പം വി ഫീൽ പീസ്. മോർ ദാൻ പീസ്, നമുക്കൊരു ഹോം ഫീൽ കിട്ടും. എനിക്ക് തോന്നുന്നു അത് നമ്മളുടെ ഒരു എവല്യൂഷണറി ട്രൈറ്റ് ആണെന്ന്. ബിക്കോസ് നമ്മൾ പണ്ട് കാടുകളിൽ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ സിറ്റീസിൽ ജീവിക്കുമ്പോൾ വെൻ വി ഗോ ബാക്ക് ടു ഫോറസ്റ്റ് നമുക്ക് തോന്നും, ഓ നമ്മുടെ വീട് എന്നുള്ള ആ ഒരു എവല്യൂഷണറി ട്രൈറ്റ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇത് പൊട്ടയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ഓർ ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഡു കമൻറ്റ്. how you feeling now? I'm feeling good, feeling great, feeling happy. ഇന്നത്തെ ദിവസം ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കിട്ടി. ഞങ്ങൾ തിരിച്ച് ശ്രീനഗറിലോട്ടെത്തി. നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല, ചാർജ് ചെയ്യാനും സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫോൺ ചാവാറായിട്ടുണ്ട്. രാത്രി ഞങ്ങൾ കശ്മീർ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി കിടന്നു. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങി ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബാരാമുല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. ബാരാമുല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് ഉറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മേ ബി സം ഓഫ് യു ഗൈസ് ഹാവ് നോൺ ബിഫോർ.
ഉറി കുറച്ചൊക്കെ ഫേമസ് ആണ്. ആൻഡ് ഓൾസോ അതിൻ്റെ അപ്പുറത്ത് തന്നെ പാകിസ്ഥാനാണുള്ളത്. സോ നമ്മുടെ ഇന്ത്യയുടെ ഒരു അറ്റത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. പക്ഷെ ഈ ഏരിയ ബാരാമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ ഒരു വണ്ടിക്കാരും വന്ന് ചോദിച്ചുകൊണ്ടിരുന്നില്ല. ഫുഡിൻ്റെ ആണെങ്കിലും ഫുഡ് മേടിക്കുമ്പോഴാണെങ്കിലും ആരും നമ്മളോട് ഇങ്ങനെ പൈസ കൂട്ടി പറയുകയൊന്നും ചെയ്തില്ല. ബിക്കോസ് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് വളരെ കുറവാണ്. എന്നിട്ട് അവർ പറയുന്നത് പെഹൽഗാമൊക്കെ പോയിക്കൂടെ നിങ്ങൾക്ക്, എന്തിനാ ഉറി പോകുന്നത്, അവിടെ അത്ര വലിയ സംഭവമൊന്നും ഇല്ല എന്നൊക്കെ പറയണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊക്കെ സംഭവമാണ്. നമുക്കിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. സോ വി ഡിസൈഡഡ് ടു ഗോ ഉറി. ഇപ്പം നമ്മളൊരു ഓട്ടോയിലാണ്. ഓട്ടോ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിക്കും. ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് കയറിയിട്ടാണ് പോകുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദിസ് നമ്മളുടെ ട്രിപ്പിൽ ഞങ്ങൾ ബസ്, ലോക്കൽ ഇവിടുത്തെ ലോക്കൽസ് എങ്ങനെയാണോ സഞ്ചരിക്കുക അതേപോലെ ഇവിടുത്തെ ബസ്സിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, ഇവിടുത്തെ ലോക്കൽസിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ബഡ്ജറ്റ്, നമ്മൾ ഒരു ട്രിപ്പിന് വേണ്ടി വിചാരിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ അതിൻ്റെ പകുതിയാവും. ബിക്കോസ് നമ്മളിവിടുത്തെ ലോക്കൽ പേഴ്സൺ ആവും. അങ്ങനെയാണ് ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ശ്രീനഗറിന്ന് വന്നപ്പോൾ ശ്വാസം വിട്ട ഫീലായിരുന്നു. ഒരുപാട് മലയാളികളുണ്ട് ശ്രീനഗർ. മാത്രമല്ല അവിടുത്തെ കശ്മീരികൾ പോലും മലയാളം സംസാരിക്കുന്നുണ്ട്. അത്രയും മലയാളി ടൂറിസ്റ്റുകൾ കശ്മീരികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പലരും ഞങ്ങളോട് നമ്മളിങ്ങനെ വില കുറച്ച് ചോദിക്കുമ്പോൾ മലയാളിയാനാ, അപ്പൊ ഞങ്ങൾ അതെ. അപ്പൊ അവർ പറയാ മലയാളികളാണ് ഇങ്ങനെ പൈസ കുറയ്ക്കാൻ വേണ്ടി പറയാറുള്ളൂ എന്ന്. ആൻഡ് മൗണ്ടെയ്ൻസിൽ നമുക്ക് വെതർ പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റൂല. ശ്രീനഗറിൽ നല്ലൊരു ക്ലിയർ സ്കൈ വൈബായിരുന്നെങ്കിൽ ഇപ്പൊ കാർമേഘങ്ങൾ നിറഞ്ഞ് മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് സ്കൈ. എനിക്ക് പറയാനുള്ളതില്ലേ, കശ്മീർ വന്നിട്ട് അവിടുത്തെ ഒരു സ്പോട്ടുകൾ മാത്രം കണ്ടു പോകുന്നവർക്ക് ശരിക്കും കശ്മീരി പീപ്പിളിൻ്റെ ലവ് കിട്ടൂല, അല്ലെങ്കിൽ കശ്മീരി കൾച്ചർ എന്താണെന്ന് മനസ്സിലാവില്ല. ബിക്കോസ് നമ്മളിപ്പോൾ കേരളം കാണാൻ വേണ്ടി വന്ന ഒരാൾ മൂന്നാർ മാത്രം കണ്ടിട്ട് പോകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതേപോലെ ആയിരിക്കും നമ്മുടെ ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റ് സ്പോട്ട് മാത്രം കണ്ടു പോകുമ്പോഴുള്ള അവസ്ഥ. പുറത്തോട്ട് നോക്കുമ്പോൾ കാർമേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി വലിയൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മൗണ്ടെയ്ൻസിൽ പൊതുവെ എപ്പോഴും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഈ ഒരു വെതറിൽ ഇനി അവിടെ പോയാൽ റൂം കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. ഞങ്ങളിപ്പോൾ ബസ്സിലാണ്. അപ്പം എൻ്റെ അടുത്തിരുന്നൊരു ലേഡിനോട് ചോദിച്ചു എൻ്റെ കൂടെ വരുന്നോന്ന്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ബിക്കോസ് അങ്ങനെ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ എല്ലാവരും വിളിച്ചാൽ കൂടെ പോകും. അപ്പം അതീതി സംസാരിക്കുന്നു. അപ്പം ബാക്കിൽ ഇരിക്കുന്ന മുനീഫും എന്താണ് പറയുക, അന്ന ആരെങ്കിലും കൊണ്ടുവന്നു. കാരണം എന്നെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ബാക്കിൽ ഇങ്ങനെ ചേച്ചിമാരും ഇങ്ങനെ കൈയ്യിട്ടൊക്കെ തട്ടി നല്ല സ്നേഹത്തിൽ സംസാരിക്കുക. അപ്പം ഞാൻ പറയാം, ഞാൻ നല്ലൊരു മോളായിട്ട് എന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകും. അവരെ കാര്യം കഷ്ടം. ഞാൻ ആദ്യമായിട്ടായിരിക്കും മഴക്കാറ് കണ്ട് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഈ മൗണ്ടെയ്ൻസിൽ ലാൻഡ് സ്ലൈഡ് വരുമ്പോഴുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓർക്കുന്നത്. പക്ഷേ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ എവിടെയോ ആണ്, നമുക്കറിയില്ല നമ്മൾ എവിടെയാണ് എന്നുള്ളത്. നമ്മൾ ഏതോ ഒരു റാൻഡം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കുള്ള ആ പേടിയിൽ പോലും ഒരു സുഖം ഉണ്ടായിരുന്നു. ഇന്ന് ചിന്തിക്കുമ്പം ആ ഇമോഷണൽ ഹൈ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ് ഉറിയിലെത്തി. ഒരു കിടിലം മഴയോട് കൂടിയിട്ടാണ് ഉറി നമ്മളെ വെൽക്കം ചെയ്തത്. കയ്യിൽ കൊടയില്ല, റെയിൻകോട്ടില്ല, ഒന്നുമില്ല. പക്ഷെ വി നോ ദാറ്റ് വി വിൽ സർവൈവ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ചു. എവിടെയാണ് നമുക്കൊരു സ്റ്റേ അറേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പത്തെ നമ്മളുടെ വിഷയം. ഒടുക്കത്തെ മഴ. അയ്യോ എടാ മിന്നലടിച്ചടാ. ഒടുക്കത്തെ മഴയാണ്. ഞങ്ങളിപ്പോ ഈ ഒരു എടാ ഇനി അറിയില്ലല്ലേ ഇവിടെ അങ്ങാടി ആൾക്കാർ നോക്കിയിട്ട് മനസ്സിലാർന്നെ. ഓ സീന് ഞങ്ങള് പെട്ട്. പക്ഷെ ഇപ്പൊ ഒരു ഫീൽ ചെയ്യുന്നില്ലേ? അവിടെ ശ്രീനഗറിൽ നിറച്ച് മലയാളികള്. ഐ മീൻ മലയാളികൾ ഉള്ളോണ്ടല്ല, പക്ഷെ ഒരു ഹംദു ഇവിടെ ഇല്ലടാ. ഫൈനലി വി ആർ ബാക്ക് ടു അവർ വൈബ്. ബിക്കോസ് ഞങ്ങൾക്ക് അത്ര ടൂ മച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ. സോ ഇപ്പോഴത്തെ ഈ റൂം കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. ബിക്കോസ് ഈ റൂമുള്ളത് ഗായ്സ് ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. മക്കളെ
നോക്ക് നോക്ക്, നാളെ ഈ റിവറിന്റെ അടുത്ത് പോണം, ആ പാലത്തിന്റെ അടുത്ത് പോണം. ചിലപ്പോ നമ്മൾ വന്ന വഴിയായിരിക്കും. ഓക്കെ, സോ സത്യം പറഞ്ഞാൽ കശ്മീർ വന്നപ്പോ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പാട്ട് ഏതാന്ന് വെച്ചാൽ ഐ വുഡ് സേ ഇവിടെ വന്നത്. കാര്യം ഭയങ്കര ഒരു നല്ലൊരു ജിൽ ഫീൽ ഉണ്ട്. പിന്നെ ഈ റൂം തന്നെ അത്രയ്ക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയുള്ള സ്ഥലത്ത് പോകുമ്പോ എന്തോ ഒരു 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 എന്തോ പോലെ തോന്നി. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഓൺലി ഞങ്ങൾക്ക് ആകെ 500 രൂപ ആയിട്ടുള്ളൂ. പകല് കാണിച്ചു തന്നില്ലേ, ആ വ്യൂ ആണിത്, റൂമിൽ നിന്ന് കാണുന്ന വ്യൂ. ഓ മൈ ഗോഷ്, सुंदर है, बहुत सुंदर है. അതിരാവിലെ എണീറ്റ് ഞങ്ങളൊരു വാക്കിനൊക്കെ പോയി ഏകദേശം അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും നടന്ന് കണ്ടു. ഇപ്പം തിരിച്ചു വന്ന് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമുക്ക് ഇന്ന് പെഹൽഗാം പോകണം. എൻ്റെ കൂടെ ഉള്ളത് 2 ആളിൻ്റെ കൂടെ 5 കൊല്ലം LLB പഠിച്ചവരാണ്. 2 ആളും വക്കീലന്മാരാണ്. പക്ഷേ ഇവർക്ക് വ്ളോഗിന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇവർ വരാത്തത്. എന്തായിരുന്നാലും അടുത്ത വീഡിയോസ് മുതൽ ഞാൻ കുറച്ചുകൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതാണ്, നിങ്ങളുമായിട്ട് സംസാരിക്കും. ചായ കുടിക്കാനായിട്ടാണ് ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഒന്നുകൂടെ കറങ്ങി ഉറി നന്നായി കണ്ടിട്ട് നമുക്ക് ബസ് കയറാമെന്ന്. ഇത് ഡിഗ്രി കോളേജാണ് ഉറി, ബാരാമുല്ല ഡിസ്ട്രിക്റ്റ്. ഇവിടെ പഠിക്കായിരുന്നെങ്കിൽ നല്ല രസമുണ്ടാവും അല്ലേ? പൈസക്കാർ ഊട്ടി പഠിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ഞാൻ പറയുന്നു എന്താ പറഞ്ഞു? സാർ ഇവിടെ പഠിച്ചെന്നാ? സാറോ? പേരെന്നെ കണ്ടില്ലേ, പൂക്കൽത്തൂർ. ഒരു സുഖല്ല. ഈ എവിടെ പഠിച്ചേ? പഠിച്ചില്ല. ഞാൻ പഠിച്ചത് മുക്കാല സ്കൂൾ. മുക്കാല സ്കൂൾ ഫാൻസ് കമന്റ് ബിലോ. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങായി. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവിന് നമ്മൾ ബൈ പറയാണ്. ഇപ്പം നമ്മൾ ഗോയിങ് ബാക്ക് ടു ശ്രീനഗർ ഫ്രം ഉറി. ഇന്നലെ ഇവരെ പ്ലാൻ ഇല്ലായ്മ കൊണ്ട് മാത്രം കുറച്ച് പൈസ ചിലവായി കൂടുതൽ. അതുകൊണ്ട് ഇന്ന് ഇനി പട്ടിണി എടുക്കണം എന്ന് പറയണത് എവിടുത്തെ ന്യായമാണ്? എനിക്ക് ബിരിയാണി കഴിക്കണം ആ കടന്റെ മുന്നിൽ. ഇന്ന് ശ്രീനഗറിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവർ രണ്ടുപേരും വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇപ്പം ശ്രീനഗർ വന്നിരിക്കുകയാണ്, നമ്മുടെ ദാൽ ലേക്കിൻ്റെ അടുത്ത്. സോ ദാൽ ലേക്ക് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിക്കുക. അപ്പം ഇവൻ കശ്മീരി ആയതുകൊണ്ട് തന്നെ ഹീ നോ മെനി സ്പോട്ട്സ്. അപ്പോൾ ആ സ്പോട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. ആൻഡ് അവിടുത്തെ ലോക്കൽ ഫുഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, കബാബൊക്കെ കഴിക്കാനായിട്ട്. നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് പെഹൽഗാം പോകണം. അപ്പം ഇന്ന് രാത്രി വേഗം കിടക്കണം. ഇപ്പം നമ്മൾ പെഹൽഗാം എത്തി. പെഹൽഗാമിലെ വ്യൂസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റൂമിലെത്തി വേഗം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. ഒരുപാട് ആളുകളുള്ള സ്ഥലം ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ആരും ഇല്ലാത്തൊരു റിവർ സൈഡിൽ പോയിരുന്നു. ക്രൗഡഡ് അല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ തേടിപ്പിടിച്ച് കണ്ടിരിക്കുമ്പം ആ പ്ലേസിനോട് നമുക്കൊരു സ്പെഷ്യൽ കണക്ഷൻ തോന്നും. അത് നമ്മുടെ പ്ലേസാണ് എന്നൊരു അൺവാണ്ടഡ് തോട്ട് നമ്മുടെ തലയിൽ ഉദിക്കും. ഇന്ന് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നത് ആരോ വാലിയിലോട്ടാണ്. രാവിലെ എണീറ്റപ്പം ഇന്നലെ രാത്രി സ്നോഫാൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു. നല്ല തണുപ്പുണ്ടായിരുന്നു. അഭിഷേക്
എന്റെ വ്ളോഗിലോട്ട് ഒരു 2 വാക്ക് പറയോ? ആദ്യം എന്താ പറയണ്ടെന്ന് പറ, എന്താ പറയാ, പ്രിപ്പയർ ആവട്ടെ. ആരോ വാലിയിലോട്ടുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി കിടിലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ ബ്യൂട്ടി നേച്ചറിൽ കാണാനും ഉണ്ട്. എത്രയാണ് ഡിഗ്രി സെൽഷ്യസ്? 3 or 2. തണുപ്പുണ്ട് നല്ല, പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു തണുപ്പാണ്. അങ്ങനെ കോച്ചി പിടിക്കുന്ന മരവിക്കുന്ന തണുപ്പല്ല. ബട്ട് നമ്മൾ മൈനസ് സ്നോലൊക്കെ പോയാൽ ഭയങ്കര കോച്ചി പിടിക്കുന്ന തണുപ്പായിരിക്കും. അത് നമുക്ക് അത്ര ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ 7 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ മഴയും പെയ്യുന്നുണ്ട്. സോ ഈ മഴ പെയ്തപ്പോൾ ഈ വെതർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് ഈ ഒരു നേച്ചർ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ഇന്ന് മഴ പെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൂത്പത്രി പോയി കണ്ട പോലെ ആരോ വാലിയും കാണേണ്ടി വന്നേനെ. പക്ഷെ മഴ പെയ്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ വെതറും വ്യത്യസ്തമായ ബ്യൂട്ടിയും കിട്ടി. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ ദാറ്റ്സ് ദാറ്റ്. I don't know why I am keep saying I don't know. Feeling happy. No, feeling peacefully. മനസ്സിലൊന്നുമില്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. ഗുഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയമായിട്ട് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഹീറ്റർ, നാച്ചുറൽ ഹീറ്റർ ആണ്. പരിചയപ്പെടുത്തി തന്ന കൈൻഡ് ഓഫ് എ കണൽ. അത്ര ചൂടില്ല, നമുക്ക് തൊടാനൊക്കെ പറ്റും. താങ്ക് യു ഭയ്യ. സി ഗൈസ്, ഈ വർഷം ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ യാത്രയാണ്. കഴിഞ്ഞ വർഷം ഒരു മാർച്ചിലൊക്കെ ഞാനൊരു കൈൻഡ് ഓഫ് ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയിരുന്നു. ആൻഡ് അതിനുശേഷം പിന്നെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഐ മീൻ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് എവിടേക്കും പോയിട്ടില്ല. സംഹൗ ഐ തോട്ട് ദാറ്റ് നമുക്ക് നമ്മുടെ കരിയറിനും പ്രൊഫഷനൊക്കെ സമയം കൊടുക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് പോയിരുന്നാൽ പോരാന്ന്. ബട്ട് അത് ഞാൻ ഈ വർഷം ചേഞ്ച് ചെയ്തു ആ മൈൻഡ്. അതിന് ഈ വർഷം എനിക്ക് 25 വയസ്സാവും. ഐ ഫീലിംഗ് പ്രൗഡ് ഓഫ് മൈ സെൽഫ് ബിക്കോസ് ഒരു 25 വയസ്സിൽ ഞാൻ ചെയ്യുന്ന വിചാരിച്ച കാര്യങ്ങളല്ല ശരിക്കും റിയാലിറ്റിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം ടൈം ഐ എം ഫീലിംഗ് പ്രൗഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ എൻവയോൺമെൻറ്റ്, ഫോർ മൈ പീപ്പിൾ ഹു അറൗണ്ട് മീ ആൻഡ് ഹു സപ്പോർട്ട് മീ. ഓരോ സമയം ചിലപ്പോൾ ഒരാളായിരിക്കില്ല, പല സമയത്ത് പല ആളുകളായിട്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് നല്ല ഓപ്ഷൻസ് പറഞ്ഞു തരാനും നമ്മളെ ഡയറക്റ്റ് ചെയ്യാനും ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് ഗ്രേറ്റ്ഫുൾ എന്ന് ആലോചിക്കുമ്പോൾ ഓരോ മുഖങ്ങളാണ് ഓർമ്മ വരുന്നത്. അറിയില്ല, ഈ വർഷം എനിക്ക് 25 വയസ്സാവും. അതൊരു കൈൻഡ് ഓഫ് എ റിയാലിറ്റി ചെക്ക് മൊമെൻ്റ് ആണ്. കാര്യം ഇത്ര കാലം എനിക്ക് ഏജ് എന്ന് പറയുന്നത് ഒരു മാറ്റർ അല്ലായിരുന്നു. ബട്ട് നൗ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഞാനൊന്ന് ചിന്തിക്കുന്നുണ്ട്, വാട്ട് ഐ എം ഡൺ, അത് ശരിയായിരുന്നോ അപ്പോൾ ചെയ്തിരുന്നോ ഒക്കെ എന്നുള്ളത്. യാ, സോ ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് വി ആർ ഇൻ ആരു വാലി. സോ ഈ വാലിയിൽ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ആരും അധികം വന്നിട്ടില്ല. ഐ മീൻ അല്ലെങ്കിലും അധികം ആളുകൾ വരില്ല, കാരണം കൂടുതൽ ആളുകളും ആ പാർക്കിൽ കയറിയിട്ട് പോവാറാണ് പതിവ്. ഈ ഫാമിലി ആയിട്ട് വന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് കശ്മീരും അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്തൊക്കെ പോയി തിരിച്ചു പോകും. പക്ഷേ വി ആർ യങ്സ്റ്റേഴ്സ്, സോ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനം ഭയങ്കര അടിപൊളിയാണ്. കുറേ നടക്കണം. ഇപ്പോൾ ഈ മല ഞങ്ങൾ കയറിയിട്ട് അപ്പുറത്തേക്ക് എത്തണം. യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന അവിടെ പോകുന്നു, കാണുന്നു, തിരിച്ചു വരുന്നു എന്നല്ല. വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്, വി ആർ ട്രാവലേഴ്സ്. സോ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ നാച്ചുറൽ ഓറ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി, അവിടുത്തെ ലോക്കൽസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ കിടക്കുന്നുണ്ട്. സോ ഈ ഒരു കുത്തനെയുള്ള സാധനമാണ് നമ്മൾ കയറുന്നത്. ആകില്ലേണ്ടേ ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും. ദെൻ ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. എല്ലാവരും ഇങ്ങനെ കയറിയപ്പോൾ ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കയറി. പക്ഷെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയാണ്, കുത്തനെയാണ്. അത് കുറച്ചും കൂടി എളുപ്പം വഴിയാണ്. അപ്പം ഓഫ് കോഴ്സ് ഐ ടുക്ക് എ റോങ് ഡിസിഷൻ. ബട്ട് ഞാൻ സംഭവം എങ്ങനെയോ കയറുമ്പോൾ മുനീഫ് എന്നെ കൈ പിടിച്ച്
ये क्या है? ये पिजन है, पिजन फोटो खींचने के लिए। ഫോട്ടോസ്. हाँ, फोटो पिजन पोज। അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവണോ അറിയില്ല. അതേപോലെ തന്നെ സൺ ടാൻ അടിക്കുന്നതും ഡാമേജ് ആവുന്നതും അറിയില്ല. സോ അറിയില്ല എന്ന് കരുതി നമ്മൾ വെള്ളം കുടിക്കാതിരിക്കരുത്. दूसरा कोई जगह है? दूसरा से वो कोलाहरी माउंट की वो यहाँ से ഇപ്പോൾ ആലിപ്പഴം വീഴുന്നുണ്ട്. കശ്മീർ ലാംഗ്വേജിൽ നമ്മൾ ഐ ലവ് യു എന്ന് പറയുന്നത് മിക്സി കർക്കാലാവൂ എന്നാണ്. സോ ഞാനത് പറഞ്ഞപ്പം ബാക്കിലിരിക്കുന്ന ചെക്കനോട് തിരിച്ച് ഐ ലവ് യു ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് അനന്ത്നാഗിലോട്ട്. അപ്പം സോ ഇഫ് എനിവൺ പ്ലാനിങ് ടു കം പെഹൽഗാം, ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. നമുക്ക് ശ്രീനഗറിൽ നിന്ന് ടോയ് ട്രെയിനിൽ നമുക്ക് അനന്ത്നഗറിൽ വരാൻ പറ്റും. അനന്ത്നഗർ അല്ലേ, അനന്ത്നാഗിലോട്ട് വരാൻ പറ്റും ടോയ് ട്രെയിനിൽ. സോ ടോയ് ട്രെയിനിൽ വന്ന് അനന്ത്നാഗിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഷെയർ ടാക്സി എടുക്കാം. അങ്ങനെ ഷെയർ ടാക്സി എടുക്കുന്നിടത്തേക്ക് എത്താൻ നമ്മളൊരു ബസ് കയറേണ്ടതുണ്ട്. ബസ് കയറിയിട്ട് ഒരു 15 രൂപ ഒരാൾക്ക് അങ്ങനെ വരുള്ളൂ. അത് കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ഈ ഷെയർ ടാക്സി കിട്ടുന്ന സ്ഥലത്തേക്ക് വരിക. ഷെയർ ടാക്സി കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പെഹൽഗാമിലോട്ട് വരുമ്പം പെർ ഹെഡ് ഒരു 100 റുപ്പീസാണ് ഞങ്ങൾക്കായത്. ഇനി നിങ്ങൾ വരുന്ന സമയം അതൊക്കെ അനുസരിച്ചിരിക്കും. ഇത് സീസണൽ ടൈമാണ്, എന്നിട്ട് കൂടെ ഞങ്ങൾക്ക് വന്നത് പെർ ഹെഡ് 100 റുപ്പീസാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് പെഹൽഗാമിലോട്ട് എത്താൻ പറ്റുക ഫ്രം ശ്രീനഗർ. ഓക്കെ.